വളരെ ആഹ്ലാദ നിമിഷങ്ങൾ സമ്മാനിക്കുന്ന വിഴിഞ്ഞം നമ്മുടെ കൺമുന്നിൽ നിൽക്കുമ്പോൾ ആരോഗ്യരംഗത്തെ ചില പ്രശ്നങ്ങൾ നമ്മളെ വല്ലാതെ അലോസരപ്പെടുത്തുന്നു. സംസ്ഥാനത്ത് ഇതുവരെ 8 പേർക്ക് കോളറ സ്ഥിരീകരിച്ചു. തിരുവനന്തപുരത്ത് 7 പേർക്കും കാസർഗോഡ് ഒരാൾക്കുമാണ് കോളറ ബാധ ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ പേരുടെ പരിശോധനാ ഫലം ഇന്ന് പുറത്തു വരാനും സാധ്യത. MG പ്രതീഷ് വിശദാംശങ്ങൾ നൽകും തലസ്ഥാന നഗരിയിൽ നിന്ന്. ഗുഡ് മോർണിംഗ് പ്രതീഷ്, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്ത് കൂടുതൽ പേർക്ക് കോളറ സ്ഥിരീകരിച്ചതോടെ പ്രതിരോധ പ്രവർത്തനങ്ങളും ഒപ്പം ഊർജിതമാക്കുകയാണ് ആരോഗ്യവകുപ്പും ജില്ലാ ഭരണകൂടവും. നിലവിൽ സംസ്ഥാനത്ത് 8 പേർക്കാണ് കോളറ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിൽ 7 പേർ തിരുവനന്തപുരം ജില്ലയിലുള്ളവരാണ്, ഒരാൾ കാസർഗോഡ് ജില്ലയിൽ ഉള്ളവരുമാണ്. ഇന്നലെ 6 പേർക്ക് ഔദ്യോഗികമായി ആരോഗ്യവകുപ്പ് കോളറ സ്ഥിരീകരിച്ചിരുന്നു. തിരുവനന്തപുരത്ത് കോളറ സ്ഥിരീകരിച്ചവർ മെഡിക്കൽ കോളേജിലും ഒപ്പം ഒരാൾ SAT ആശുപത്രിയിലും ബാക്കിയുള്ള ഐരാണിമുട്ടം ഐസൊലേഷൻ വാർഡിലുമാണ് കഴിയുന്നത്. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും ആശങ്കപ്പെടേണ്ട മറ്റ് സാഹചര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നുമാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്ന കാര്യം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കോളറയുടെ ഉറവിടം എവിടെയാണ് എന്ന കാര്യത്തിൽ ഇതുവരെയും ആരോഗ്യവകുപ്പിന് ഒരു സ്ഥിരീകരണമില്ല. ഉറവിടം കണ്ടെത്താൻ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞിട്ടില്ല. നേരത്തെ ഈ രോഗം സ്ഥിരീകരിച്ച ഈ നെയ്യാറ്റിൻകരയിലെ കെയർ ഹോമിൽ നിന്നടക്കം സാമ്പിളുകൾ ആരോഗ്യവകുപ്പ് ശേഖരിച്ചിരുന്നു, ജലാശയങ്ങളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. പക്ഷേ അതിൽ നിന്നൊന്നും തന്നെ കോളറ സ്ഥിരീകരിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അതിന്റെ വിശദമായ പരിശോധനാ ഫലവും ഇതുവരെ ലഭിച്ചിട്ടുമില്ല. പുറത്തുനിന്ന് കൊണ്ടുവന്ന ഭക്ഷണത്തിലൂടെ കോളറ ശരീരത്തിലേക്ക് പ്രവേശിച്ചതാകാം എന്നതാണ് ആരോഗ്യവകുപ്പിന്റെ പ്രാഥമികമായ നിഗമനം. അതിൽ ഇനിയും സ്ഥിരീകരണങ്ങൾ വരാനുണ്ട്. നിലവിൽ 11 പേരാണ് സംസ്ഥാനത്ത് കോളറ ലക്ഷണങ്ങളോടെ ചികിത്സയിൽ കഴിയുന്നത്. ഇതിലേറെയും തിരുവനന്തപുരം ജില്ലയിൽ ഉള്ളവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു ജാഗ്രതാ നിർദ്ദേശം വേണമെന്നതാണ് ആരോഗ്യവകുപ്പ് ഇതിനോടകം തന്നെ അറിയിക്കുന്ന കാര്യം. ഇതിനൊപ്പം തന്നെയാണ് പനിക്കണക്കുകളും നമ്മെ ആശങ്കപ്പെടുത്തുന്നത്. ഇതുവരെയും പനി ബാധിതരുടെ എണ്ണത്തിൽ യാതൊരു കുറവും സംസ്ഥാനത്തില്ല. ഇന്നലെ 13,196 പേർക്കാണ് സംസ്ഥാനത്ത് പനി ബാധിച്ച് ഇവർ ചികിത്സ തേടിയിട്ടുള്ളത്. 3 മരണങ്ങളും സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ 2 പേർ എലിപ്പനി ബാധിച്ചാണ് മരിച്ചത്. 145 പേർക്ക് സംസ്ഥാനത്ത് ഇന്നലെ മാത്രം ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിരുന്നു. 42 പേർക്കാണ് H1N1 പനി സ്ഥിരീകരിച്ചത്. ഒപ്പം എലിപ്പനി, മറ്റ് പകർച്ചവ്യാധികളടക്കം സംസ്ഥാനത്ത് രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പ് പ്രത്യേക ഒരു ജാഗ്രതാ നിർദ്ദേശം ഈ പകർച്ചപ്പനി കേസുകളിലും പുറപ്പെടുവിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ഡെങ്കിപ്പനി കേസുകൾ ഉയരാനുള്ള ഒരു സാധ്യതയാണ് ആരോഗ്യവകുപ്പ് പ്രവചിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രായമായവർ, മുതിർന്നവർ, കുട്ടികൾ ഇവരൊക്കെ തന്നെ പ്രത്യേക ഒരു കരുതൽ ഇക്കാര്യത്തിൽ ഉണ്ടാകണം. ഏതെങ്കിലും രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടണമെന്ന നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്ന കാര്യം. ഒപ്പം മറ്റ് രോഗങ്ങൾ ഉള്ളവരും പ്രത്യേക ഒരു ശ്രദ്ധ ഇക്കാര്യത്തിൽ വച്ചു പുലർത്തണമെന്നതാണ് ആരോഗ്യ വിദഗ്ധരുടെയും മുന്നറിയിപ്പ്. ഓക്കെ, താങ്ക് യു MG പ്രതീഷ്. പേര് വെളിപ്പെടുത്തരുത് എന്ന ആവശ്യത്തോടെ പേര് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഒരു സർക്കാർ ജീവനക്കാരി ഒരു കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നു. എല്ലാ സർക്കാർ ആശുപത്രികളിലും നഴ്സിംഗ് അസിസ്റ്റന്റ് വിഭാഗം ജീവനക്കാരാണ് രോഗികളുടെ മുറിവ് കഴുകി മരുന്ന് വെച്ച് കെട്ടുന്നതും മുറിവിലെ തുന്നൽ നീക്കം ചെയ്യുന്നു. എന്നാൽ ഇത് ചെയ്യേണ്ടത് സർക്കാർ ഉത്തരവ് പ്രകാരം ശരിക്കും സ്റ്റാഫ് നഴ്സാണ്. ഈ ജോലി അടിച്ചു വാരാനും ഒക്കെ ആയിട്ട് ജോലി കിട്ടി, അവർ കുറേ കാലം ജോലി ചെയ്ത് പ്രൊമോഷൻ കിട്ടിയാണ് ഈ നഴ്സിംഗ് അസിസ്റ്റൻ്റ് ആകുന്നത്. ഈ നഴ്സിംഗ് അസിസ്റ്റൻ്റ് ഏൽപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ഒരു പരിശീലനം കിട്ടാത്ത ആൾക്കാരാണ് ഈ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലൊരു ഇടപെടൽ ഉണ്ടാകണം എന്ന് ഒരു ജീവനക്കാരി നമ്മളോട് ആവശ്യപ്പെടുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇതൊക്കെ ടെലിവിഷനിലൂടെ നേരിട്ട് കണ്ട നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയിക്കുന്നതാണ്. യൂട്യൂബ് പ്രേക്ഷകർ, നിങ്ങൾ സങ്കടപ്പെടേണ്ട, നിങ്ങളുടെ സന്ദേശങ്ങൾ നമ്മൾ വായിക്കും.